വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളാണെങ്കിൽ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് നല്ലപോലെ തന്നെ റീൽസൊക്കെ കയറിയിരുന്നു. നല്ലപോലെ കുറച്ച് റീൽസൊക്കെ കയറിയായിരുന്നു. കമൻറ്റ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇതിലിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ നന്നായിട്ട് വലിയ കുഴപ്പമില്ല തന്നെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ബോട്ടിൽ ഫ്ലിപ്പില്ലേ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ബോട്ട് ഫ്ലിപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സാധാരണ ബോട്ട് ഫ്ലിപ്പ് ചെയ്യുന്നത് ഇതേപോലെ ആ ബോട്ടിൽ ഫ്ലിപ്പ് തന്നെ കുറേ രീതിയിൽ കുറേ സ്ഥലത്ത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതൊരു ചാലഞ്ചാണ്. അത് ഞാനൊരു പേപ്പറിൽ കുറച്ച് സ്ഥലങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ സാധാരണ ഈ കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെയാണ് വിടാറ്. സോ അതും പിന്നെ ഈ കൈ കൊണ്ട് ചെയ്യലും പിന്നെ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. ഈ ഭാഗവും പിന്നെ ഈ ഭാഗവും ഒക്കെ കൊണ്ട് ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും ലൈക്കും ഷെയറും സപ്പോർട്ടും എല്ലാവരും എപ്പോഴും ഉണ്ടായിരിക്കണം. സോ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ അവർ എഴുതി വെച്ച സംഭവമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തായിരുന്നു. നമ്മളെല്ലാം കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് ഇതാണ് നമ്മൾ എടുത്ത് വെച്ച സംഭവമൊക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകും, ഞാൻ ഫോണാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ഫോൺ വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി വീഡിയോസിലൊക്കെ, അതായത് ഇനി നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ എടുത്ത് തുറന്ന് നോക്കും. ഓരോ സൈഡിൽ ഞാനിങ്ങനെ കൈ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടും. എന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യും. അത് ഞാൻ എടുത്ത് ചെയ്യും. സോ പിന്നൊരു കാര്യം ഞാൻ ചെയ്തത് ഹോൾ വിൻഡോ സൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ സൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഹോളിൽ ഒരു വിൻഡോ സൈഡ് ഉണ്ട്. അവിടെ ചെയ്യാനുണ്ട് ഞാൻ നിങ്ങൾ കണ്ട ആ ഒരു വിൻഡോ സൈഡില്ലേ, അവിടെയാണ് ഞാനിപ്പോൾ എഴുതിയ ഒരു ഹോൾ വിൻഡോ സൈഡ്. അവിടെയാണ് നമ്മൾ അത് കിട്ടുവാണെങ്കിൽ അവിടെയാണ് നമ്മൾ ബോട്ട് ഫ്ലിപ്പ് ചെയ്ത് ഇടാൻ പോകുന്നത്. സോ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ടിട്ട് നമുക്ക് കിട്ടും. സോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാണ്. സോ ഇതൊക്കെ നമ്മളെടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇടും. അപ്പം നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ എടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ ഡു എ ഫ്ലിപ്പ് ഓൺ എ ഹോൾ വിൻഡോ സൈഡ്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹോൾ വിൻഡോ സൈഡിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ കാണിച്ചൊരു വിൻഡോ സൈഡിൽ. സോ നമുക്കത് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കിട്ടിയ സാധനം നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സംഭവത്തിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ഏകദേശം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് സെക്കൻഡിലോട്ട് പോവാം. അപ്പം താഴെ പോയി ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഡു എ നോർമൽ ഫ്ലിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. കാണാവോ? ഡു എ നോർമൽ ഫ്ലിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ ഇടുന്നില്ല. ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ഇടുന്ന സംഭവമാണ് നോർമൽ ഫ്ലിപ്പ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതിലോട്ട് പോവാം. നമുക്ക് കിട്ടിയത് നോർമൽ ബോട്ട് ഫ്ലിപ്പായിരുന്നു. നമ്മൾ ചെയ്യാൻ പോവാണ്. കിട്ടിയ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിലോട്ട് പോവാം. ബാക്കി സംഭവമൊക്കെ ചെയ്യുന്നതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ സാധനം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്യണം എന്നുള്ളത്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് അടുത്ത റൗണ്ട് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നമ്മൾ ഫസ്റ്റും സെക്കൻഡത്തെ സംഭവം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് തേർഡിലോട്ട് പോകാം. ഡു എ ഫ്ലിപ്പ് ഓൺ എ ബെഡ്. അതായത് ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അതായത് ഒരു ബോട്ട് ഫ്ലിപ്പ് ഒരു ബെഡിലോട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് അത് ചെയ്യാം. അപ്പം നമുക്ക് തേർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടി ബെഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ബെഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ബെഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾ നേരത്തെ കണ്ട ഒരു ബെഡ് ചെയ്യുന്ന സംഭവത്തിൽ അവസാനം ഒരു പോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം ഞാൻ എൻ്റെ ക്യാമറ മാനി പോയിട്ടാണ് ചെയ്തത്. സോ അതുകൊണ്ട് പോസ് ചെയ്യാൻ പറഞ്ഞതാണ്.
സോ നമുക്ക് ബാക്കി ചെയ്യുന്ന സംഭവമൊക്കെ നോക്കാം. ഇനി 2 കൂടി ഉള്ളൂ. ഇത് 3ാമത്തെ. ഡു എ ഫ്ലിപ്പ് ഓൺ എ ചെയർ ചെയ്യാനാണ്, അതായത് കസേര ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് കസേര ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെയർ ചെയ്യാനാണ്. ആടുന്ന ചെയറാണ്. നമുക്ക് അതിന് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് അടുത്തതിലോട്ട് നമ്മൾ ഞാൻ കസേരയിലാണ് ചെയ്യുന്നത്. എന്തായാലും കസേരയിലായിരുന്നു, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിയെല്ലാം ചെയ്യാനാണ്. സോ നമുക്കെല്ലാം കുക്ക് ചെയ്യാം. വിളകിപ്പോയി. ഇത് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ സൈഡ് നോക്കുവാണെങ്കിൽ ഇതാണ് എൻ്റെ ലെഫ്റ്റ്. പക്ഷേ എൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇതാണ് എൻ്റെ ലെഫ്റ്റ് കൈ. സോ ഇതിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ലെഫ്റ്റ് കൈയിലോട്ട് പോകാം. ഇനി ഇത് ലാസ്റ്റ് വണ്ണാണ്. ലാസ്റ്റ് വണ്ണും കൂടി ഞാനിപ്പോൾ തന്നെ തുറന്ന് നോക്കിയേക്കാം. പിന്നെ എടുത്ത് വീണ്ടും മാറ്റേണ്ടല്ലോ. ഈ 2 മണി നല്ല എൽബോ സൈഡ്, അതായത് ഈ 2 സൈഡിലെ ഈ സൈഡും ഈ സൈഡും അത് അങ്ങനെ ഈ 2 സൈഡിൽ പിടിച്ചിട്ട് ഒരു ബോഡി ഫ്ലിപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതും പിന്നെ എന്നായിരുന്നു മറ്റേ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 എണ്ണമായിരുന്നു എനിക്ക് തുറന്ന് നോക്കിയത്. സോ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഈ കൈ കൊണ്ടൊന്നും ചെയ്യാനാണ്. അത് നമുക്ക് ചെയ്യാം. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 എൽബോ സൈഡ് സംഭവമായിരുന്നു. ഇത് നമുക്ക് അത് ചെയ്യാം. കിട്ടുക അറിയത്തില്ല, എന്നാലും ഒരു ഫസ്റ്റ് നമ്മൾ അതിന് ചെയ്യാം. സെക്കൻഡ് റൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനിയുള്ള ബോഡി ഫ്ലിപ്പ് ആയിരിക്കും മെയിൻ. അങ്ങനത്തെ ചാലഞ്ച് ഞാൻ വീണ്ടും വരും. സോ നിങ്ങൾക്കറിയാം, എനിക്ക് ജൂൺ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് സ്കൂളിൽ തുറക്കാൻ പോവാണ്. സോ ഇനി ഉള്ള വീഡിയോസ് ചിലപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടോ 5 മണിയൊക്കെ ആയിട്ട് വല്ലതും ആയിരിക്കും. സോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക്